നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബ്ബക്കടയിലുമായി 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം. ലബ്ബക്കടയ്ക്ക് സമീപത്തെ ബേക്കറിയിൽ കയറിയ മോഷ്ടാവ് പുറത്ത് സുരക്ഷയ്ക്കായി സ്ഥാപിച്ച CCTV തകർത്തു. കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൂന്നാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണം. സംഭവത്തിൽ 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴയ ആലുവ മൂന്നാർ രാജപാത പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകാൻ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ. രാജപാത വനംവകുപ്പ് കൈവശം വെച്ചിരിക്കുന്നത് അന്യായമായി. പാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് അനധികൃതമായി മണ്ണ് തള്ളുന്നതായി പരാതി. സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥലം വേലികെട്ടി തിരിച്ച് ബോർഡ് സ്ഥാപിച്ചു. അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദിത്വത്തിന്റെ ഫലമാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് വക സ്ഥലത്ത് സ്വകാര്യ വ്യക്തികൾ മണ്ണും മറ്റു മാലിന്യങ്ങളും തള്ളാൻ കാരണമെന്ന ആരോപണവുമായി കോൺഗ്രസ്. വിശദമായ വാർത്തകൾ. കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബ്ബക്കടയിലുമായി 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം. ലബ്ബക്കടയ്ക്ക് സമീപത്തെ ബേക്കറിയിൽ കയറിയ മോഷ്ടാവ് പുറത്ത് സുരക്ഷയ്ക്കായി സ്ഥാപിച്ച CCTV അടക്കം തകർത്തു. പ്രദേശത്തെ വൈദ്യുതി ബന്ധവും മോഷ്ടാവ് വിച്ഛേദിച്ചു. കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബ്ബക്കടയിലുമായിട്ടാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത്. ആദ്യം കാഞ്ചിയാർ പള്ളിക്കവലയിലെ മെഡിക്കൽ സ്റ്റോറിന്റെ താഴ് തകർക്കാൻ മോഷ്ടാവ് ശ്രമിച്ചു. ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. തുടർന്ന് ലബ്ബക്കട ടൗണിന് സമീപത്തെ കൊട്ടാരംകുന്നയിൽ അനീഷ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ബേക്കറിയിലാണ് മോഷണ ശ്രമം നടത്തിയത്. ഇവിടെ എത്തിയ മോഷ്ടാവ് ആദ്യം ബേക്കറിക്ക് പുറത്ത് സുരക്ഷയ്ക്കായി സ്ഥാപിച്ച CCTV തകർത്തു. ഇതോടൊപ്പം സമീപത്തെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ സ്ഥാപിച്ച CCTVകളുടെ ദിശയും മാറ്റിവെച്ചു. തുടർന്ന് താഴ് തകർത്ത് അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് പെട്ടിക്കുള്ളിൽ ആകെയുണ്ടായിരുന്ന 350 രൂപ മോഷ്ടിച്ചു. കൂടാതെ വെള്ളം ഉൾപ്പെടെയുള്ളവയും അപഹരിച്ചു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സമീപത്തുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മോഷ്ടാവ് മോഷണം നടത്താൻ ശ്രമം നടത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ചെമ്പകപ്പാറ, കൊച്ചുകാമാക്ഷി മേഖലകളിലും ഇതേ രീതിയിൽ മോഷണം നടന്നിരുന്നു. 2 സ്ഥലങ്ങളിലെയും മോഷണത്തിന് പിന്നിൽ ഒരാളാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. മൂന്നാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണമുണ്ടായി. സംഭവത്തിൽ 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാർ നല്ലതണ്ണി കുറുമല സ്വദേശികളായ ശിവ, വിഷ്ണു എന്നിവർക്കാണ് തലയ്ക്ക് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മുറിവേറ്റത്. ഇവരെ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ നടയാർ സൗത്ത് ഡിവിഷൻ സ്വദേശികളായ 5 യുവാക്കളെ മൂന്നാർ CI രാജൻ കെ അരമനയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. GH റോഡിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇടുക്കി AR ക്യാമ്പിലെ CPO ശ്രീജിത്തിനെയും പ്രതികളിലൊരാളായ പ്രഭു ആക്രമിച്ചു. 1 വർഷം മുമ്പ് കുറുമല ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തോടനുബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഇരുകൂട്ടരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടി. കഴിഞ്ഞ ദിവസവും സമാന പ്രശ്നം പറഞ്ഞ GH റോഡിൽ വെച്ച് ഇരുകൂട്ടരും ഏറ്റുമുട്ടുകയും പ്രതികൾ ആയുധം ഉപയോഗിച്ച് പരിക്കേറ്റവരുടെ തലയ്ക്ക് മുറിവേൽപ്പിക്കുകയുമായിരുന്നു. സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനായ ശ്രീജിത്ത് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതികളിൽ ഒരാൾ ആക്രമിച്ചത്. സംഭവം അറിഞ്ഞ് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ പിടികൂടിയത്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പഴയ ആലുവ മൂന്നാർ രാജപാത പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകാൻ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ. രാജപാത വനംവകുപ്പ് അന്യായമായി കൈവശം വെച്ചിരിക്കുകയാണ്. പാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാങ്കുളത്ത് ആവശ്യപ്പെട്ടു. 1924 മുമ്പ് രാജപാതയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആലുവ മൂന്നാർ റോഡ്, ആ പാത ഇന്ന് വനം വകുപ്പ് ക്രമാതീതമായി അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ്. ഈ പാത ജനങ്ങൾക്ക് തുറന്നു കൊടുത്താൽ ഈ മൂന്നാർ അതുപോലെ തന്നെ വാങ്കളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ യാത്രാസൗകര്യം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും കൂടുതൽ യാത്രാസൗകര്യം ഉണ്ടാക്കാനും കഴിയുന്ന പ്രോജക്റ്റാണ്. ഇത് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MPയുടെയും അതുപോലെ തന്നെ കോതമംഗലത്തെ MLAയുടെയും ബഹുമാനപ്പെട്ട കോതമംഗലത്തിന് മുൻ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ധീരമായ ആ പാതയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ, സമരവുമായി നടന്നു നീങ്ങിയപ്പോൾ അതിനെടുത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേസ് വളരെ അപലപനീയമാണ്.
ഈ ജനകീയ വിഷയങ്ങൾ ഉടലെടുത്തുകൊണ്ട് ജനകീയ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമരം ചെയ്ത ബഹുമാനപ്പെട്ട പിതാവിനെതിരെ എടുത്ത കേസ് വളരെ അടിയന്തരമായിട്ട് പിൻവലിച്ച് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാപ്പ് പറയണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അനധികൃതമായി മണ്ണ് തള്ളുന്നതായി പരാതി. സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥലം വേലികെട്ടി തിരിച്ച് ബോർഡ് സ്ഥാപിച്ചു. അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദിത്വത്തിന്റെ ഫലമാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് വക സ്ഥലത്ത് സ്വകാര്യ വ്യക്തികൾ മണ്ണും മറ്റു മാലിന്യങ്ങളും തള്ളാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 2013-14 കാലഘട്ടത്തിലാണ് ലബ്ബക്കടയ്ക്ക് സമീപം 50 സെന്റ് സ്ഥലം വാങ്ങിയത്. പഞ്ചായത്ത് ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ തുടർന്നുള്ള നടപടികൾ വൈകി. ഈ സാഹചര്യത്തിലാണ് അനധികൃതമായി സ്വകാര്യ വ്യക്തികൾ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലത്ത് മണ്ണ് തള്ളിയത്. മണ്ണും കെട്ടിട അവശിഷ്ടങ്ങളും ലോഡ് കണക്കിന് തള്ളിയതോടെ നടപടിയുമായി പഞ്ചായത്ത് അധികൃതരും രംഗത്തെത്തി. വേലി കെട്ടി സ്ഥലം തിരിക്കുകയും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ 30 സെൻറ്റ് സ്ഥലം 50 സെൻറ്റ് സ്ഥലം നമുക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടവും ഷോപ്പിംഗ് കോംപ്ലക്സും പണിയുന്നതിന് വേണ്ടി ഏകദേശം ഒരു 14 വർഷം മുമ്പത്തെ ഭരണസമിതി അംഗങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്. നമ്മുടെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കുറേ മണ്ണ് നമുക്കറിയാം, ഇവിടെ വളരെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി വളരെ താഴ്ചയിലുള്ള സ്ഥലമാണ്. ഹൈവേയിൽ നിന്നും 18 മീറ്റർ തള്ളിയാണ് നമുക്ക് കെട്ടിടം പണിയാൻ സാധിച്ചത്. ഏകദേശം ഒരു 18 മീറ്ററോളം മണ്ണ് നമുക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ട്. അത് റോഡ് പണിക്കാരാണ് ഇട്ടത്. അപ്പോൾ അത് മറ്റ് കെട്ടിടപ്പണിക്കോ മറ്റും തടസ്സമില്ലെന്ന് ഉള്ള വിദഗ്ധമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ണിരിക്കുന്നത്. അത് റോഡ് പണി പൂർത്തിയായതിനു ശേഷം അനധികൃതമായി ഇവിടെ ആളുകൾ മണ്ണിടുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി കൂടിയാലോചിക്കുകയും അത് മറ്റ് വാഹനങ്ങൾ കടക്കാതെ ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ വേലിയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. അതേസമയം പഞ്ചായത്ത് അധികൃതരുടെ നിരുത്തരവാദിത്വത്തിന്റെ ഫലമാണ് ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് അനധികൃതമായി മണ്ണ് തള്ളാൻ കാരണമെന്നാരോപിച്ച കോൺഗ്രസും രംഗത്ത് വന്നു. സ്വന്തം സ്ഥലം സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കുന്നില്ല. കെട്ടിടം പണിയാനുള്ള സ്ഥലം ഇത്തരത്തിൽ നശിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ ആരോപിച്ചു. 13-14 കാലഘട്ടങ്ങളിൽ 50 സെന്റ് സ്ഥലം പഞ്ചായത്ത് ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങിയിരുന്നു. UDFിൻ്റെ ഭരണകാലത്ത് വാങ്ങിയതാണ്. ഈ ഭൂമി ഇതിലെ വണ്ടി ഇറങ്ങി അടിയിലത്തെ 2 നിലകളിലും പാർക്കിങ്ങോടുകൂടി ഓഫീസ് സമുച്ചയവും റോഡ് ലെവലിൽ ഷോപ്പിംഗ് കോംപ്ലക്സും പണിയാനുള്ള പ്രോജക്റ്റോട് കൂടിയാണ് ഈ സ്ഥലം വാങ്ങിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്ഥലത്തിൽ റോഡ് പണിക്കാരുടെയും മറ്റ് വീട് പൊളിക്കുന്നവരുടെയുമായ 100 കണക്കിന് ലോഡ് അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ട് തള്ളിയേക്കുവാണ്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു, അവർക്കാർക്കും അറിയത്തില്ല. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും സ്വന്തം പണം മുടക്കി മണ്ണ് നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കൊടകര കുഴൽപ്പണക്കേസിൽ BJP നേതാക്കളെ സംരക്ഷിച്ച് കേസൊതുക്കുന്ന ED നടപടിക്കെതിരെ CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി. ഇടുക്കി കവലയിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കോടിക്കണക്കിന് രൂപ BJP ഓഫീസിൽ എത്തിച്ചെന്ന വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ പോലും ED തയ്യാറായില്ല. കൊടകര കേസ് എങ്ങനെ ഇല്ലാതാക്കാം എന്ന ലക്ഷ്യത്തോടെയുള്ള കുറ്റപത്രമാണ് ED സമർപ്പിച്ചത്. BJPയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയായിരുന്നു അവരുടെ ഇടപെടലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന് പോലീസ് വളരെ കൃത്യമായി അന്വേഷണം വഴി കണ്ടെത്തി. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് കുഴൽപ്പണ തട്ടിപ്പായി വന്നത്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ K. സുരേന്ദ്രൻ അടക്കമുള്ള BJPയുടെ നേതാക്കന്മാരും അതേപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഈ കേസ് അന്വേഷിക്കേണ്ടത് ED ആണെന്നും അങ്ങനെ EDയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതോടുകൂടി നമ്മുടെ K. സുരേന്ദ്രനോടൊപ്പം നിന്ന ആളുകളും കൂട്ടുകച്ചവടക്കാരുമെല്ലാം വളരെ നിരുപാധികം അതിനകത്ത് നിന്ന് ഒഴിവായി പോയി. അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന പണിയാണ് നമ്മുടെ ED ഈ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേതാക്കളായി MC ബിജു, ടോമി ജോർജ്, KP സുമോദ്, VV ജോസ്, ലിജോബി ബേബി, CR മുരളി, ഫൈസൽ ജാഫർ, TGM രാജു തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ വള്ളക്കടവിലെ സൗരോർജ്ജ തൂക്കുവേലി തകർത്തതിനെതിരെ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ സ്ഥാപിച്ച തൂക്കുവേലിയാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ വെള്ളക്കടവിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായിരുന്നു.
ഇതോടെ ഏറെ പ്രതിഷേധങ്ങളും ഉയർന്നു. തുടർന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പുമായി സഹകരിച്ച് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം 39 ലക്ഷം രൂപ അനുവദിച്ച 4.6 കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചു. തൂക്കുവേലി നിർമ്മാണ ഘട്ടത്തിലും സാമൂഹിക വിരുദ്ധർ ഇത് നശിപ്പിക്കുന്നതിന് ശ്രമം നടത്തിയിരുന്നു. പിന്നീട് നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞ പലയിടങ്ങളിലും തൂക്കുവേലി നശിപ്പിച്ചു. സാമൂഹിക വിരുദ്ധരെ കണ്ടെത്താൻ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചെങ്കിലും ഇതിൽ പതിഞ്ഞ ആളുകളുടെ ചിത്രം വ്യക്തമല്ല. ഇതോടെ വള്ളക്കടവ് റേഞ്ച് ഓഫീസർ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി. എന്നാൽ സ്ഥലം കുമളി പോലീസിന്റെ അധീനതയിലാണെന്ന് പറഞ്ഞ വണ്ടിപ്പെരിയാർ പോലീസ് കൈമലർത്തി. ഇതോടെയാണ് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. വള്ളക്കടവിൽ സമാപിച്ച ജനകീയ മാർച്ചിന്റെ സമാപന സമ്മേളനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. 40 ലക്ഷത്തോളം രൂപ മുടക്കി സൗരോർജ്ജ വേലിയുടെ പണി പൂർത്തീകരിച്ചതാണ്. ആ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഏകദേശം ഇല്ലാതാകുകയും ചെയ്തിട്ടുള്ളതുമാണ്. അതെല്ലാം തകർക്കുന്ന രീതിയിൽ സാമൂഹ്യ പ്രവർത്തന ചില നമ്മുടെ സൗരോർജ്ജ വേലി ആസൂത്രിതമായി തന്നെ അത് പൊട്ടിച്ചു കളയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് നിലവിലുണ്ടായത്. നമുക്കറിയാം, നമ്മുടെ ഒരു നാടിന്റെ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമയുടെ ഒരു മനസ്സോടും ഈ പ്രതിഷേധ പ്രകടനത്തിന് പങ്കെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളിത് നിസ്സാരമായി കണ്ടു കഴിഞ്ഞാൽ നാളുകളിൽ നമുക്ക് വേറെ വിപത്തുകളാണ് ഈ പ്രദേശത്ത് നമുക്ക് നേരിടാൻ പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല കുളത്തുങ്കൽ അധ്യക്ഷയായിരുന്നു. വള്ളക്കടവ് ജമാഅത്ത് ഇമാം A. അബ്ദുൾ സലാം മൗലവി, PTCF എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുരിശുമൂട, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ കുടുംബമാക്കൽ, AV മാത്യു, ബിജോയ് തോമസ്, AD രാധാകൃഷ്ണൻ, EDC ചെയർമാൻമാരായ M. മുഹമ്മദ്, AV വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മരത്തിൽ നിന്നും തേനെടുക്കുന്നതിനിടെ ഗൃഹനാഥൻ വീണു മരിച്ചു. സേനാപതി ഒട്ടാത്തി പൂമലയിൽ വിജയനാണ് മരിച്ചത്. രാജാക്കാടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ രാവിലെയാണ് സംഭവം. മരത്തിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ വിജയനെ നാട്ടുകാർ രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്കാരം തിങ്കളാഴ്ച പഴയ വിടുതി ഇവാഞ്ചലിക്കൽ സഭാ സെമിത്തേരിയിൽ നടക്കും. ഭാര്യ ജയ, മക്കൾ അപർണ, അനഘ. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപനത്തിന് മുന്നോടിയായി പഞ്ചായത്തിൽ വിപുലമായ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതു സ്ഥാപനങ്ങളെയും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ച സർട്ടിഫിക്കറ്റുകളും കൈമാറി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട മാലിന്യമുക്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി. നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അതേ ചുറ്റുപാടിൽ, അതേ സുഖസൗകര്യങ്ങളിൽ അടുത്ത തലമുറയും നമ്മുടെ രാജ്യത്ത് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാജ്യം നമ്മുടെ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയോട് കൂടിയാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾക്കുണ്ടായിക്കൊണ്ട് വേണം സമൂഹത്തിൽ ഇടപെടുവാൻ. ഇവിടെ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന അംഗനവാടി ടീച്ചർമാരോ ഈ സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുന്ന കുറച്ച് മില്ലിലെണ്ണാവുന്ന കുട്ടികളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ ഇവരെല്ലാം എത്ര പരിശ്രമിച്ചാലും നമുക്കൊരു പരിധിയുണ്ട്, അല്ലേ? ആ പരിധി മറികടക്കണമെങ്കിൽ തുടർച്ചയായ പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കണം. വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിൽ മാലിന്യ നിക്ഷേപത്തിനെതിരെ സന്ദേശം നൽകിക്കൊണ്ട് കുപ്പികളും പഴയ വസ്തുക്കളും ഉപയോഗിച്ച ശില്പം ഒരുക്കി. ഇതോടൊപ്പം പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുവാനുള്ള ബിന്നം സ്ഥാപിച്ചിട്ടുണ്ട്. യോഗത്തിൽ ശുചിത്വ പ്രതിജ്ഞ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി സിമി കെ ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മധുക്കുട്ടൻ, സന്ധ്യ ജയൻ, രമ മനോഹരൻ, ഷാജി വേലമ്പറമ്പിൽ, റോയി എവറസ്റ്റ്, പ്രിയ ജോമോൻ, സിജി സിബി, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ ഉദ്ഘാടനം ചെയ്തു. അവർക്കുള്ള ഒരു കൂടിക്കാരെ തിരിച്ചുകൊണ്ട് നമ്മുടെ ഈ തുപ്പുപൊഴി പദ്ധതിയിലെ നമ്മൾ കൊണ്ടുപോയിട്ട് അവരെ കൃത്യമായി തരം തിരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മാറ്റി അവർക്കുള്ള നരമാലിന്യങ്ങൾ തരം തിരിച്ചുകൊണ്ട് നമ്മൾ ജൈവവളമാക്കുന്ന ഒരു പ്രക്രിയയാണ്.
യോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി മുഖ്യപ്രഭാഷണം നടത്തി. മാലിന്യമുക്ത സ്റ്റാറ്റസ് റിപ്പോർട്ട് CDS ചെയർപേഴ്സൺ ലിജി ഷിബു അവതരിപ്പിച്ചു. തുടർന്ന് മാലിന്യമുക്ത പഞ്ചായത്ത് പ്രതിജ്ഞ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ജോസഫ് ചൊല്ലി നൽകി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അവാർഡുകളും വിതരണം ചെയ്തു. സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്നതിനായി പഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മാസ് എന്റർപ്രൈസസ് MD ജോസ് ടിക്കും മാലിന്യമുക്ത പഞ്ചായത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിക്കും ഹരിതരത്നം അവാർഡ് നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ ജേക്കബ്, സിസ്ലി സജി, VEO രേണുക, പുറ്റടി സ്കൂൾ പ്രിൻസിപ്പൽ സേതുനാഥ്, MPTA പ്രസിഡന്റ് ജോണി മാക്കോറ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഉപ്പുതറ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് KJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. ഹരിതകർമ്മസേന അംഗങ്ങൾ, കൃഷിഭവൻ, പഞ്ചായത്ത് ജീവനക്കാർ, സ്വയം സഹായ സംഘ അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിപാടിക്ക് മുന്നോടിയായി ഉപ്പുതറ ടൗണിൽ റാലി നടന്നു. തുടർന്ന് ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. എല്ലാ തരത്തിലുമുള്ള മേഖലയിലുള്ള ആളുകളുടെയും സഹായവും സഹവർത്തിത്വവും സഹകരണവും കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ മാലിന്യ സംസ്കരണം എന്നുള്ള ഈ പ്രവർത്തനം നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ കുട്ടികൾ മുതൽ വൃദ്ധനായിട്ടിരിക്കുന്ന ആളുകൾ വരെയും എല്ലാ സ്ഥാപനങ്ങളെയും ഒരേ കൊടക്കീഴിൽ വെച്ചുകൊണ്ട് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് വരും തലമുറയ്ക്ക് കൂടി നമ്മുടെ ഭൂമിയും മണ്ണും ജലവും ഒക്കെ വായുവും ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഓരോരുത്തരെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിട്ടുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് സംഘടിപ്പിക്കുകയാണ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആളുകളെ ചടങ്ങിൽ ആദരിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തിനായി പ്രയത്നിച്ച എല്ലാവരെയും ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സത്യനാഥ് പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക റാലിയും പൊതുസമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ യോഗം ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ ടൗണിൽ സാംസ്കാരിക റാലി നടന്നു. റാലിയിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, SPC കുട്ടികൾ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ ചേർന്ന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. തോടുകളും എല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വൃത്തിയുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നതിന് ഗവൺമെന്റ് ലക്ഷ്യമിട്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ഭാവി തലമുറയ്ക്കുൾപ്പെടെ നമ്മുടെ എല്ലാം ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ പ്രകൃതി സംരക്ഷണം ഉൾപ്പെടെ അതാണ് ഈ ഒരു ലക്ഷ്യം വെച്ചത്, ഈ ഒരു പ്രവർത്തനത്തിന് ലക്ഷ്യമിട്ടത്. തീർച്ചയായിട്ടും 10-ാം തീയതി മുതൽ ഇന്നലെ വരെ തുടങ്ങിയ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇന്ന് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന് സീറോ വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യമില്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സിൽവത്തായി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരട്ടയാർ വാഴവരയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. YC സ്റ്റീഫൻ എഴുതിയ പുഴയെ ഒഴുകും വഴിയെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പരിപാടിയിൽ നടന്നു. മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി, വാർഡ് പ്രസിഡന്റ് ജോബി മാളികപ്പുറത്ത്, ജോസ് തച്ചാപറമ്പിൽ, ബിജോ മാണി, YC സ്റ്റീഫൻ, റെജി ഇൽപ്പുലിക്കാട്, വിനോദ് നെല്ലിക്കൽ, ആനന്ദ് കുളത്തുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വലിയപാറ കലാരഞ്ജിനി വായനശാലയുടെയും അംഗനവാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അകറ്റാം അകലാം വേണ്ട ലഹരി എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്.
വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം കേരളത്തിന്റെ യുവജനതയെ ഒന്നാകെ തകർക്കുകയാണ്. ഇത് കേരളത്തിന്റെ ഭാവിയെ ഇരുട്ടിലേക്ക് നയിക്കുന്നു. ദൈനംദിനം വർദ്ധിച്ചുവരുന്ന ലഹരി കേസുകൾ ഭീതിയും ആശങ്കയുമാണ് ജനിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിനുമായി വലിയപാറ കലാരഞ്ജിനി വായനശാലയുടെയും അങ്കണവാടിയുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രത്യേകിച്ച് യുവതലമുറയെ കാർന്നു നിന്നുന്ന ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് നാടിന്, സമൂഹത്തിന്, യുവതലമുറയ്ക്ക് വലിയ അപകടകരമായി മാറുന്ന സാഹചര്യത്തിൽ യുവതയെ, യുവാക്കളെ, യുവജനങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനും കുടുംബങ്ങളുടെ സംരക്ഷകരായി മാറുക എന്നുള്ള വലിയ ഉദ്ദേശവും ലക്ഷ്യവും അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് സജ്ജമാക്കിയിരിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി വൊസാഡ് ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി ലഹരി വിരുദ്ധ സന്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് വായനശാല അങ്കണത്തിൽ യോഗം സംഘടിപ്പിച്ചത്. എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സൈബർ കുറ്റകൃത്യത്തിന്റെ കീഴിലാണ് നമ്മൾ, അല്ലേ? മൊബൈൽ ഫോൺ ഉണ്ടോ, നമ്മൾ സൈബർ കുറ്റകൃത്യത്തിന്റെ കീഴിലാണ്. നെറ്റ് ഉണ്ടോ, ഫേസ്ബുക്ക് ഉണ്ടോ, വാട്സാപ്പ് ഉണ്ടോ, ഓർക്യൂട്ട് ഉണ്ടോ, ഇൻസ്റ്റഗ്രാം ഉണ്ടോ, നമ്മൾ ഏതിന്റെ കീഴിലാണ്? സൈബർ. മൊബൈൽ ഫോണിലൂടെ എട എന്ന് വിളിക്കുന്നത് പോലും കുറ്റകരമാണ് സൈബർ നിയമപ്രകാരം. അങ്ങനെ എട എന്ന് വിളിച്ചാൽ കേരള പോലീസ് ഏത് ആക്ട് പ്രകാരം കേസെടുക്കും? ഇന്ത്യൻ IT ആക്ട് പ്രകാരം കേസെടുക്കും. ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാ? 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ഇവിടെ ശ്രദ്ധിച്ചേ, ഹലോ, ഇവിടെ ശ്രദ്ധിച്ചേ, ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാ? അപ്പം എന്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്ന് ശ്രദ്ധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരായ ഷാജി, അഭിജിത്ത് എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. അകലാം ലഹരിയിൽ നിന്ന് വേണ്ട ലഹരി, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായി വിവിധ പരിപാടികളും ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കും. യോഗത്തിൽ നഗരസഭാ കൗൺസിലർ സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. വൊസാഡ് ഓഫീസർ ചാക്കോച്ചൻ അമ്പാട്, ബേബി മാവുങ്കൽ, CM ഭാസ്കരൻ, റോയിച്ചൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP യോഗം അയ്യപ്പൻകോവിൽ ശാഖയുടെ വാർഷികാഘോഷവും പൊതുസമ്മേളനവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം 1192 നമ്പർ അയ്യപ്പൻകോവിൽ ശാഖായോഗത്തിന്റെ 72ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ മഹത്വവും ഇവിടുത്തെ വരുമാനവും തിരിച്ചറിയാതെ എല്ലാം വെട്ടിപ്പിടിക്കാമെന്നൊരു വ്യവസ്ഥയിലാകാം, അല്ലെങ്കിൽ കാഴ്ചപ്പാടിലാകാമെന്ന് തോന്നുന്നു. നിരവധിയായ വിദ്യാർത്ഥിനികൾ എല്ലാവരും വിദേശത്തേക്ക് യാത്രയാകുന്ന ഒരു മനോഭാവത്തിലാണ്. കുട്ടികൾ, ചെറുപ്പക്കാരെല്ലാം ഒരാൾ പോകുന്നതിന് പുറകെ അടുത്തയാൾ പോയി ഇങ്ങനെ യുവതലമുറയെല്ലാം ഈ രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും നടത്തിക്കൊണ്ടു പോകാൻ വളരെയധികം പ്രായോഗികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലുമാണ്. അപ്പം അതുകൊണ്ട് ആ കോളേജിൻ്റെ പദ്ധതി നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടുള്ളതൊരു പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്, അല്ലെങ്കിൽ അത് നിന്നുപോയത്. പകരം നമ്മളവിടെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കിടക്കണം, വലിയൊരു വ്യവസായ സംരംഭത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു 2000-3000 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള 3000 പേർക്ക് ഇരിക്കാവുന്നത് ഒരെണ്ണം, ഒരു 2000 പേർക്ക് ഇരിക്കാവുന്നത് ഒരെണ്ണം, 1000 പേർക്ക് ഇരിക്കാവുന്നത് ഒരെണ്ണം, ചെറിയ പാർട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ 3-4 രീതിയിലുള്ള കൺവെൻഷൻ സെന്ററുകൾ. ഇപ്പോൾ ശ്രീനാരായണ കൺവെൻഷൻ സെന്റർ എന്ന പേരിൽ അങ്ങനെയുള്ള 3-4 രീതിയിലുള്ള കൺവെൻഷൻ സെന്റർ, 100ഓളം ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന, ടൂറിസവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യാനുള്ള 50ഓളം റൂമുകൾ, സ്വിമ്മിംഗ് പൂള്, റിസോർട്ടുകൾ, അങ്ങനെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ബിസിനസ് മേഖലയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 500-1000 വാഹനങ്ങൾ വന്നാൽ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ, ഫോട്ടോഷൂട്ടിനുള്ള ഗാർഡൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ എന്ന കാഴ്ചപ്പാടുമായിട്ടുള്ള വലിയ പ്രൊജക്റ്റ് നടപ്പാക്കാനായി മുന്നോട്ട് പോവുകയാണ്. യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ, വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ, ബിജുകുമാർ നല്ലേത്ത്, VK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ശാഖായോഗം പ്രസിഡന്റായി ശോഭന സോമനെയും വൈസ് പ്രസിഡന്റായി ഹേമ ദീപുവിനെയും സെക്രട്ടറിയായി വിദ്യാ രതീഷിനെയും തെരഞ്ഞെടുത്തു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലുമായി സഹകരിച്ച് കാഞ്ചിയാറിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N. നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഓരോ വ്യക്തിയെയും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ലയൺസ് ക്ലബ്ബ് വലിയ പങ്കാണ് വഹിക്കുന്നത്. നിരവധിയായ പ്രവർത്തനങ്ങളാണ് അംഗങ്ങൾ ഇതിനായി നടത്തുന്നത്. അത്തരത്തിൽ രൂപം കൊണ്ട പദ്ധതിയാണ് സ്വപ്നഭവനം.
ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ലയൺസ് ക്ലബ് ഇന്റർനാഷണലുമായി സഹകരിച്ച നിർമ്മിക്കുന്ന സ്വപ്നഭവനം പദ്ധതിയുടെ ഭാഗമായാണ് കാഞ്ചിയാറിലും സ്വപ്നഭവനം ഒരുക്കിയത്. വീടിന്റെ താക്കോൽദാനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു. ഈ വർഷത്തെ സ്വപ്നഭവനം പദ്ധതി 107 ഭവനം 107ാമത്തെ വർഷം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ ഈ പദ്ധതി കൊച്ചി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് കൈകോർത്തപ്പോൾ അതൊരു യാഥാർത്ഥ്യമാകുന്ന ഒരു സ്വപ്നത്തിൽ മാത്രം ഇരുന്ന ഒരു പദ്ധതി അത് യാഥാർത്ഥ്യമാകുകയാണ്. 107 ഭവനം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ആരംഭ ദശകളിൽ ഇത് എത്രമാത്രം പ്രായോഗികമാകുമെന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്ന സമയത്താണ് കട്ടപ്പന പോലെയുള്ള ക്ലബ്ബുകൾ മുന്നോട്ട് വരികയും ഈ പ്രോജക്റ്റിന് തന്നെ ഒരു ആക്കം വരുന്ന രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് വന്നത്. അതിന് തീർച്ചയായിട്ടും ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്ററുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്തു പറയുന്നു. സ്വപ്നഭവനം പദ്ധതിയിലൂടെ ഇടുക്കി, എറണാകുളം ജില്ലകളിലായി 122ാമത്തെ വീടാണ് കാഞ്ചിയാറിൽ നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ മികച്ച സാമൂഹിക പ്രവർത്തനത്തിനുള്ള കട്ടപ്പന ലയൺസ് ക്ലബിന്റെ ആദരവ് HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യുവിനും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജെയിനും നൽകി. ചടങ്ങിൽ ലയൺസ് ക്ലബ് കട്ടപ്പന പ്രസിഡന്റ് സെൻസ് കുര്യൻ അധ്യക്ഷനായിരുന്നു. അംഗങ്ങളായ ജോർജ് സാജു, ശ്രീജിത്ത് ഉണ്ണിത്താൻ, ജോർജ് തോമസ്, ജോസ് മംഗളി, രാജീവ് ജോർജ്, MM ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. അവധിക്കാലം അടിപൊളിയാക്കാൻ സമ്മർ ഇൻ സയൻ പരിപാടിയുമായി കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂൾ. ഷൈൻ സ്റ്റാർ അക്കാദമിയുടെ നേതൃത്വത്തിൽ സയൻസ് സ്കൂളിൽ 10ഓളം കായിക മത്സരങ്ങളാണ് അവധിക്കാലത്തോടനുബന്ധിച്ച് പരിശീലിപ്പിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ താമസവും ആഹാരവും ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് അവധിക്കാല ക്യാമ്പയിൻ നടക്കുന്നത്. ഷൈൻ സ്റ്റാർ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് സ്വരാജ് സയൻ പബ്ലിക് സ്കൂളുമായി സഹകരിച്ച സമ്മർ ഇൻ സയൻ എന്ന പേരിൽ സ്പോർട്സ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് അവധിക്കാലത്ത് വിവിധങ്ങളായ കായിക പരിശീലനമാണ് ഇതിലൂടെ ഒരുക്കുക. ഇതുവഴി ഒരു പുതിയ സമൂഹത്തെ കെട്ടിപ്പടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ അവധിക്കാലം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് സൈൻ കൊല്ലം എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഒരുക്കുകയാണ് സമ്മർ ഇൻ സൈൻ. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും കുട്ടികൾക്ക് ഇവിടെ വന്ന് പരിശീലനം നേടാം. ഇതിനായി ഹോസ്റ്റൽ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ സമ്മർ ഇൻ സൈനിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന കായിക മത്സരങ്ങൾ, പ്രാക്ടീസ് സെക്ഷൻ എന്ന് പറയുന്നത് ഫുട്ബോളിനുള്ള കോച്ചിങ്, സ്വിമ്മിങ്ങിനുള്ള കോച്ചിങ്, ജിംനാസ്റ്റിക്സ്, റോൾ ബോൾ സ്കേറ്റിംഗ്, ഹോക്കി, ബാസ്കറ്റ് ബോൾ, റൈഫിൾ ഷൂട്ടിംഗ്, അത്ലറ്റിക് കോച്ചിങ്, ഷട്ടിൽ ബാഡ്മിൻ്റൺ, ആർച്ചറി എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് ഇന്ത്യക്ക് അകത്തുനിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കോച്ചുമാരെ വെച്ച് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നത്. ഈ സംഭവത്തിലേക്ക്, ഈ സമ്മർ ഇൻ സയൻ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായിട്ട് ക്ഷണിക്കുന്നു. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് താമസിക്കുവാനായിട്ട് സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടാകുന്നതാണ്. ഫുട്ബോൾ, സ്വിമ്മിംഗ്, ജിംനാസ്റ്റിക്, റോൾ ബോൾ സ്കേറ്റിംഗ്, ഹോക്കി, ബാസ്കറ്റ് ബോൾ, റൈഫിൾ ഷൂട്ടിംഗ്, അത്ലറ്റിക് കോച്ചിംഗ്, ബാഡ്മിൻ്റൺ, ആർച്ചറി തുടങ്ങിയവയാണ് പരിശീലിപ്പിക്കുന്നത്. കായിക രംഗത്തെ മികച്ച വിദ്യാഭ്യാസം നൽകുന്നവരാണ് പരിശീലനം നൽകുക. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനം നേടാൻ അവസരമുണ്ട്. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഷൈൻ സ്റ്റാർ അക്കാദമിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം നടന്നുവരികയാണ്. നീന്തൽ പരിശീലനത്തോടൊപ്പമാണ് വിവിധ കായിക ഇനങ്ങളും സമ്മർ ഇൻ സൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 മധ്യവേനൽ അവധിക്കാലം ഇടുക്കി ജില്ലയിലെയും കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലുള്ള കുട്ടികൾക്കും ഇടുക്കിയിൽ വന്ന് താമസിച്ച് അവരുടെ അവധിക്കാലം അടിപൊളിയാക്കുവാനായിട്ട് സയൻ പബ്ലിക് സ്കൂളും ഷൈൻ സ്റ്റാർ അക്കാദമിയും ചേർന്ന് ഒരുക്കുന്ന സമ്മർ ഇൻ സയൻ എന്ന് പറയുന്ന 2 മാസക്കാലമുള്ള സ്പോർട്സ് കോച്ചിങ് ക്യാമ്പിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇടുക്കിയുടെ പല ഭാഗങ്ങളിൽ ഷൈൻ സ്റ്റാർ അക്കാദമിയുടെ നേതൃത്വത്തിൽ നീന്തൽ ക്ലാസുകൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വർഷം ഏകദേശം 12ഓളം കായിക ഇനങ്ങളും അത്ലറ്റിക് ഇവൻറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു മെഗാ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ ഇടുക്കി ജില്ലയിൽ സ്വരാജിൽ സയൻ പബ്ലിക് സ്കൂളുമായി ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. 250ഓളം കുട്ടികൾക്ക് താമസിച്ച പരിശീലനം നേടാനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
മിതമായ ഫീസിൽ മികച്ച കായിക പരിശീലനമാണ് സമ്മർ ഇൻ സൈനിലൂടെ ലക്ഷ്യമിടുക. ലഹരിയുടെ വഴികളിലേക്കും മൊബൈൽ ഫോണിലേക്കും ഒതുങ്ങുന്ന കുട്ടികളുടെ കായിക ശേഷികളെ പരിപോഷിപ്പിച്ച മികച്ച കായിക താരങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന സ്പോർട്സ് കോച്ചിംഗ് ക്യാമ്പയിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി 884849940525 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ആസാഫ് സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ വാർഷികാഘോഷവും സ്കൂൾ പ്രവേശനോത്സവവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആസാഫ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന പേരിൽ മാട്ടുക്കട്ടയിൽ പ്രവർത്തിക്കുന്ന മ്യൂസിക് സ്കൂളിന്റെ 1ാമത് വാർഷിക ആഘോഷമാണ് സംഘടിപ്പിച്ചത്. മാട്ടുക്കട്ട MGM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ശരിക്കും പറഞ്ഞ 2 വർഷങ്ങൾക്ക് മുകളിൽ ഞാനിപ്പോൾ രതീഷിനോട് ചോദിച്ചപ്പോൾ രതീഷിനോട് പറഞ്ഞു വീട്ടിൽ ആണ് ഇത് ആരംഭിക്കുന്നത്. അന്ന് 10 കുട്ടികളുമായി ആരംഭിച്ച ഈ സ്കൂള് കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ മാട്ടുക്കട്ടയിലെ ടൗണിൽ തന്നെ ചെറിയൊരു കെട്ടിടത്തിൽ ആരംഭിക്കുകയും ഇപ്പോൾ 100 കുട്ടികളോളം അവിടെ മ്യൂസിക് പരിശീലനം നടത്തുകയൊക്കെ ചെയ്യുന്നു. പുതിയ അധ്യയന വർഷം കൂടെ ആരംഭിക്കുകയാണ്. മ്യൂസിക് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സങ്കടത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് റിലാക്സ് ആവും. ഉപജില്ലാതലത്തിലും ജില്ലാതലത്തിലും കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്ക് പരിപാടിയിൽ വെച്ച സ്നേഹാദരവ് നൽകി. സ്കൂളിലെ അധ്യാപകരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കലാകാരന്മാരെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മൊമെന്റോ നൽകി ആദരിച്ചു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജൂറി അധ്യക്ഷയായിരുന്നു. മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ മത്സരാർത്ഥി അനീഷ് കാവിൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാപ്പാറ കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ഈ വേനൽക്കാലത്തും യാഥാർത്ഥ്യമായിട്ടില്ല. വേനൽക്കാലത്ത് പുഴയിലൂടെ വാഹനങ്ങൾ അക്കരെ ഇക്കരെ കടക്കുമെങ്കിലും മഴ പെയ്ത് പുഴയിൽ വെള്ളമുയരുന്നതോടെ മാങ്ങാപ്പാറ കുടിയിലേക്കുള്ള വാഹന ഗതാഗതവും നിലയ്ക്കും. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഇടങ്ങളിലൊന്നാണ് മാങ്ങാപ്പാറക്കുടി. കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം. പാലം നിർമ്മിക്കണമെന്നാവശ്യമുയരുന്ന പുഴയ്ക്കു കുറുകെ കാൽനട യാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട്. വേനൽക്കാലത്ത് വാഹനങ്ങൾ പുഴയിലൂടെ അക്കരെ ഇക്കരെ കടക്കും. എന്നാൽ മഴക്കാലത്ത് യാത്ര പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിലാണ് വാഹന ഗതാഗതം സാധ്യമാകും വിധം പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുള്ളത്. മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആറ് ഭയങ്കരമായിട്ട് വെള്ളമായിരിക്കും. ഒരു വണ്ടിയോ ആൾക്കാർക്ക് നടന്നു പോകാനോ അങ്ങനെയൊന്നും പറ്റുന്ന സാഹചര്യമല്ല. ഈ ആറ് കടന്ന് അക്കരയ്ക്ക് കയറുമ്പോഴത്തേക്ക് ആദിവാസി കൂടിയാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് മഴക്കാലമായ പുറത്തേക്ക് കടക്കാനോ അവർക്ക് പുറത്തുനിന്ന് ആൾക്കാർക്ക് അവരുടെ അടുത്തേക്ക് പോകാനോ യാതൊരു മാർഗ്ഗവും ഇല്ല. ഈ ആറ് കടന്നിട്ട് അവർക്ക് എന്ത് കാര്യത്തിനും അവരുടെ ദൈനംദിന ജീവിതങ്ങൾക്ക് പോലും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ പോലും ഇവിടെ കടന്നു വേണം പോകാനായിട്ട്. മഴക്കാലത്ത് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പല ദിവസങ്ങളോളം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുന്ന സാഹചര്യമാണ്. പിന്നെ എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചെറിയ നടപ്പാലം ഉണ്ട്. അതും പോകാനായിരിക്കുന്ന പാലമാണ്. അതിലെ കൂടെ കടന്ന് അക്കരെ കയറി വേണം ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാണെങ്കിലും പോകാനായിട്ട്. കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടിനിവാസികളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര. ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ. മഴക്കാലത്താണ് പാലമില്ലാത്തതിന്റെ കുറവ് ആദിവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. മഴ കനത്താൽ കുട്ടികളുടെ സ്കൂൾ യാത്രയും ആശുപത്രിയിലെത്താനുള്ള രോഗികളുടെ യാത്രയുമൊക്കെ ക്ലേശകരമാകും. മഴക്കാലത്തെ തങ്ങളുടെ യാത്രാ ക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്കു കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കുടിനിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. നേർക്കാഴ്ച
നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബ്ബക്കടയിലുമായി 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം. ലബ്ബക്കടയ്ക്ക് സമീപത്തെ ബേക്കറിയിൽ കയറിയ മോഷ്ടാവ് പുറത്ത് സുരക്ഷയ്ക്കായി സ്ഥാപിച്ച CCTV തകർത്തു. കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൂന്നാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണം. സംഭവത്തിൽ 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴയ ആലുവ മൂന്നാർ രാജപാത പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകാൻ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ. രാജപാത വനംവകുപ്പ് കൈവശം വെച്ചിരിക്കുന്നത് അന്യായമായി. പാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് അനധികൃതമായി മണ്ണ് തള്ളുന്നതായി പരാതി. സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥലം വേലി കെട്ടിത്തിരിച്ച് ബോർഡ് സ്ഥാപിച്ചു. അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദിത്വത്തിന്റെ ഫലമാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് വക സ്ഥലത്ത് സ്വകാര്യ വ്യക്തികൾ മണ്ണും മറ്റു മാലിന്യങ്ങളും തള്ളാൻ കാരണമെന്ന ആരോപണവുമായി കോൺഗ്രസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.